കേരളത്തിന്റെ 2026 ഏറ്റവും വലിയ രാഷ്ട്രീയ അടിയൊഴുക്കായിരുന്നു ധർമ്മടത്ത് കണ്ടത്. കേരളത്തിലെ ഇരട്ടച്ചങ്കനെന്നും കാരണഭൂതമെന്നും അനുനായികളും വിശേഷിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ വിറപ്പിച്ചതായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം. തോറ്റതിന് തുല്യമാണെന്നോണം ജയിച്ച നേതാവായി പിണറായി വിജയൻ. ആരെ നിർത്തിയാലും പാട്ടും പാടി ജയിക്കുമെന്ന CPM-ന് ഉറപ്പുള്ള ധർമ്മടം മണ്ഡലത്തിലാണ് പിണറായി വിജയൻ കോൺഗ്രസിലെ യുവനേതാവിന് മുന്നിൽ ആടിയുലഞ്ഞത്. ഊരിപ്പിടിച്ച വാളുകൾക്കും കടാരകൾക്കും ഇടയിലൂടെ അചഞ്ചലനായി നടന്നുപോയ നേതാവ് ബാലറ്റിന് മുന്നിൽ വിറയ്ക്കുന്ന കാഴ്ചയായിരുന്നു ധർമ്മടത്ത് കണ്ടത്. പയ്യന്നൂർ ചെറുപുഴ സ്വദേശിയായ അബ്ദുൾ റഷീദ് KSUവിലൂടെയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടന്നു വന്നത്. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരിക്കെ 2021 തളിപ്പറമ്പിൽ CPM നേതാവായ MV ഗോവിന്ദനെതിരെ മത്സരിച്ചു. കണ്ണൂരിലെ പാലാട് ക്യാമ്പസിൽ നിയമപഠനം നടത്തുന്ന കാലത്തായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം. അന്ന് CPM-ന്റെ ശക്തി കേന്ദ്രമായ തളിപ്പറമ്പിൽ MV ഗോവിന്ദന് കടുത്ത മത്സരമാണ് അബ്ദുൾ റഷീദ് എന്ന വിദ്യാർത്ഥി നേതാവ് നൽകിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും KPCC അംഗവുമായിരിക്കെയാണ് അബ്ദുൾ റഷീദ് രണ്ടാം തെരഞ്ഞെടുപ്പിന് രംഗത്ത് വന്നത്. തളിപ്പറമ്പിൽ തന്നെയായിരിക്കും സ്ഥാനാർത്ഥിത്വമെന്ന് അബ്ദുൾ റഷീദും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അവസാന സമയം TK ഗോവിന്ദൻ എന്ന CPM നേതാവ് പാർട്ടിയിൽ നിന്നും രാജിവെച്ച് പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു. ഇതോടെ അബ്ദുൾ റഷീദ് അവിടെ നിന്നും മാറേണ്ടി വന്നു. പിന്നീട് അദ്ദേഹത്തിനെ പാർട്ടി നിയോഗിച്ചത് പുലിമടയിലേക്കായിരുന്നു. CPM-ന്റെ ക്യാപ്റ്റൻ ഈ തെരഞ്ഞെടുപ്പിൽ LDF-നെ നയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിടുകയായിരുന്നു. എതിരാളികൾ മാത്രമല്ല, ഒപ്പമുള്ളവർ പോലും രാഷ്ട്രീയ ആത്മഹത്യയായിരിക്കും അബ്ദുൾ റഷീദ് നടത്തുകയെന്ന് അഭിപ്രായപ്പെട്ടു. എന്നാൽ അതിലൊന്നും കുലുങ്ങാതെ ആ ചെറുപ്പക്കാരൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയായിരുന്നു. വോട്ട് എണ്ണി തുടങ്ങിയപ്പോൾ CPM-ന്റെ ശക്തി കേന്ദ്രമായ ചെമ്പിലോട് പഞ്ചായത്ത് മുതൽ പിണറായി വിജയനെ വിറപ്പിച്ചുകൊണ്ട് ലീഡ് ആരംഭിച്ചു. അബ്ദുൾ റഷീദ് 15 റൗണ്ടുകളിലും ആദ്യ 6 റൗണ്ടുകളിലും കൃത്യമായ ലീഡ് നിലനിർത്താൻ യുവനേതാവിന് കഴിഞ്ഞു. കഴിഞ്ഞ തവണ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച പിണറായി വിജയന്റെ വിജയത്തിളക്കം കുറച്ച് അബ്ദുൾ റഷീദ് നൽകിയ പോരാട്ടമായിരുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ UDF അധികാരത്തിലെത്തിയതോടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന OJ ജനീഷ് മന്ത്രിയായതോടെ അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ തയ്യാറെടുക്കുമ്പോൾ പകരം എത്തുന്നത് ആരാണെന്ന് ചർച്ചയാവുകയാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് കണ്ണൂരിൽ നിന്നുള്ള അഡ്വക്കേറ്റ് അബ്ദുൾ റഷീദിന്റെ പേരും ഉയർന്നു വരുന്നുണ്ട് എന്നാണ്. പിണറായിയെ വിറപ്പിച്ച അബ്ദുൾ റഷീദ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തണം തരത്തിലുള്ള പോസ്റ്ററുകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുണ്ട്. അതേസമയം KPCC അധ്യക്ഷ സ്ഥാനത്തേക്കും ചിലയിടങ്ങളിൽ നിന്ന് അബ്ദുൾ റഷീദിന്റെ പേര് ഉയർന്നു വന്നിട്ടുണ്ട്. കൂടാതെ OJ ജനീഷ് അധ്യക്ഷ പദവി ഒഴിയുമ്പോൾ ബിനു ചുള്ളിയലിന് സാധ്യതയുണ്ടെന്നും വാർത്തകൾ വരുന്നുണ്ട്. OJ ജനീഷിന് പകരമെത്തുക KC-യുടെ വലങ്കൈ ആയിരിക്കുമെന്നും സൂചനയുണ്ട്. അതേസമയം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് അപ്രതീക്ഷിതമായി മന്ത്രിയായതോടെ യുവജന സംഘടനയെ നയിക്കാൻ ആര് വരുമെന്ന ചർച്ചയും നേതൃത്വത്തിലേക്ക് എത്തിയിട്ടില്ല. എങ്കിലും പല ജില്ലാ പ്രസിഡന്റുമാരുടെയും പേരുകൾ താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ സജീവ ചർച്ചയിൽ ഉണ്ടായിരുന്ന പേരാണ് ബിനു ചുള്ളിയലിൻ്റെത്. നിലവിൽ വർക്കിംഗ് പ്രസിഡന്റായ ബിനുവിന്റെ പേര് പലരും സാധ്യത പറയുന്നുണ്ടെങ്കിലും മറ്റു 3 പേരുകൾ കൂടി സജീവ ചർച്ചയിലുണ്ടെന്നാണ് വിവരം. കോഴിക്കോട് ജില്ലാ പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ R. ഷഹീൻ, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മധൂർ, പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ എന്നിവരുടെ പേരുകളാണ് സജീവ ചർച്ചകളിലുള്ളത്. ഇവരെല്ലാം തന്നെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് അടുത്ത് നിൽക്കുന്നവർ കൂടിയാണ്. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി.